ഇതില്ലേ എനിക്ക് വേസ്റ്റ് നിന്ന് കിട്ടിയൊരു സാധനമായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് ടൈൽസ് പോലെയുണ്ട്, പക്ഷെ ടൈൽസ് അല്ല, വേറെ എന്തോ ഒരു മെറ്റീരിയൽ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ നല്ല അലമ്പ വേസ്റ്റ് എന്നായതുകൊണ്ട് പൊടിയും മണ്ണെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകി എടുത്ത് സെറ്റാക്കി എടുക്കണം. കഴുകിയപ്പോൾ അത്ര വലിയ വൃത്തിയൊന്നുമായിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചിന് പെയിൻ്റ് അടിക്കുമ്പോൾ എന്തായാലും വൃത്തിയാവല്ലോ. പിന്നെ എനിക്ക് ഈ റൗണ്ട് പെർഫെക്റ്റായിട്ട് വരക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പ്ലേറ്റ് കോപ്പ ഇതെല്ലാം എടുക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പ്ലേറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ സ്കെയിലും ഇല്ല ഞാൻ എടുക്കാൻ, അതുകൊണ്ട് ഇവിടെ കിട്ടിയ സാധനമെല്ലാം വെച്ചിട്ടാണ് ഞാൻ വരക്കലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സ്കെയിലിന് വരെ ഇവിടെയുള്ളൊരു ചെറിയൊരു സംഭവം വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൃഷ്ണൻ്റെ കാലാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. കാണുമ്പോൾ ഒരു അലമ്പ് കാല് പോലെ ഉണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് കൃഷ്ണൻ്റെ കാലായിരുന്നു. അപ്പോൾ ഞാൻ അത് വരച്ചു കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു ഇതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇനി മോൾഡിറ്റിനെ ക്ലേ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒട്ടിച്ചെടുക്കണം എന്നുള്ളതാട്ടോ. അപ്പോൾ നമ്മളെന്ത് പണിയെടുത്തെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നമ്മളെ പശയുണ്ടല്ലോ B7000 എന്നുള്ള ഗമ്മുണ്ട്, അതാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കല്. ഇപ്പോൾ അധികം കമൻസിൽ എനിക്ക് വരുന്നത് ഏത് ഗമ്മ ഉപയോഗിക്കുന്നത് ചേച്ചി, ഏത് ഗമ്മ ഉപയോഗിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഇത് B7000 എന്ന് പറഞ്ഞൊരു ഗമ്മാട്ടോ. ഇത് ആമസോണിലും ഇതിലെല്ലാം അവൈലബിളാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ക്വാളിറ്റിയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, റേറ്റും കുറവായിരിക്കും. ആമസോണിൽ 200 രൂപയും നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ 100, 150 അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് ഇത് ആമസോണിൽ നിന്ന് വാങ്ങുന്നില്ല, നമുക്ക് ചെരുപ്പ് ഒട്ടിക്കാനും അങ്ങനെ ഇങ്ങനെയെല്ലാം പറ്റും. പക്ഷേ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല. ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് അതിങ്ങ് പറഞ്ഞു തരും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് മേടിച്ചാൽ മതി, അതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മളിത് കാല് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മോൾഡിറ്റിനെ പറ്റി അറിയില്ലേ, മോൾഡിറ്റ് ക്ലേ 2 പാക്കറ്റ് ഉണ്ടാവുക. ഒരു റെഡിൽ എഴുതിയ ഒരു പാക്കറ്റും വൈറ്റ് തന്നെ ആയിരിക്കും, പക്ഷെ മുകളിൽ റെഡിൽ എഴുതിയൊരു പാക്കറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് തന്നെ ആയിട്ടുള്ള അതിൽ ബ്ലൂ എഴുതിയൊരു പാക്കറ്റും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് പകുതി ഈക്വലായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഇല്ലെങ്കിൽ ഇത് നമ്മളെ കൈക്കതിനെ പറ്റിയ ഒരു മാതിരി ആയിരിക്കും. മറ്റേതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ആക്കുന്നതുകൊണ്ട് കൈക്ക് പറ്റലും പരിപാടിയൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ എടുത്തത് മറ്റേ നമ്മൾ ഇപ്പം വേനലായതുകൊണ്ട് ഭയങ്കര ചൊറിയാണ്, അപ്പോൾ ആ ചൊറിക്കിടുന്നൊരു പൗഡർ ഉണ്ട്, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്യണം, കറക്റ്റ് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് വലിച്ചു കൊടുത്താൽ കറക്റ്റ് കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പുറത്തെ കാലം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്ന. പിന്നെ ഇപ്പം ഒരുപാട് കുഞ്ഞു മക്കൾ എന്നോട് ഹായ് പറയാനും പിന്നെ സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇടാറുണ്ട്. ഒരുപാട് സന്തോഷം മക്കളെ. കാരണം ഞാൻ ഇത് തുടങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രയും ഇതുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേട്ടാ. ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വന്ന് പറയുമ്പം ഇത്ര ഹാപ്പി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. അപ്പം നമ്മളിത് ഞാൻ ഇനി മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്, പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് വലിച്ച് കൊടുത്തിട്ട് ഒരു വലിയതാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഇത് വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിപ്പോകും. നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ഇത് പരത്തി എടുക്കൂലേ, അപ്പം തന്നെ ഇത് ഏകദേശം പൊട്ടി വരും. കുറച്ചൊന്നിങ്ങനെ ഇതാകുമ്പോൾ തന്നെ നടുക്കുന്ന ഇങ്ങനെ പൊട്ടി വരും. അങ്ങനെ പൊട്ടാണ്ട് നോക്കണം. അത് നമ്മൾ കുറച്ച് ആ ഒരു ഇത് കുറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ അധികം പൊട്ടൂല കേട്ടോ. പിന്നെ ഇതൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് തടിപ്പിൽ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബോർഡർ പോലെ കുറച്ച് തടിപ്പിൽ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിനൊരു ഡിസൈൻ കൊടുക്കുക. സൗണ്ട് പോയതാട്ടോ, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ഇതുണ്ടല്ലോ നമ്മൾ നേരത്തെ സ്കെയിലായിട്ട് എടുത്ത സാധനം, അത് വെച്ചിട്ട് സൈഡ് ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അധികം നേർക്കെടുക്കരുത്, അപ്പോൾ വലിയ കോണം ഉണ്ടാവില്ല കാണാൻ. സൈഡ് ഇങ്ങനെ ചെരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ നൂലെല്ലാം പിരിക്കുന്ന ആ ഒരു കയറ് പിരിക്കുന്ന ഒരു സ്റ്റൈൽ കിട്ടും.
അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ബ്ലാക്ക് അടിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളത് കഴുകി വലിയ വൃത്തി വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരിതുണ്ടായത്. കാരണം എന്തായാലും നമ്മൾ ബ്ലാക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ഇതൊന്നും കാണൂലല്ലോ. പിന്നെ ഇത് കഴുകിയിട്ടൊന്നും വൃത്തിയാവുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഈ സാധനം ഒരുപാടുണ്ട്. എനിക്കൊന്ന് ഇവരെന്തോ വേസ്റ്റായിട്ട് ചാടിയതോ അങ്ങനെ എന്തോ ആയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തത് ഇത് വെച്ചിട്ട് തന്നെ ചെയ്തു തരാം കേട്ടോ. അടുത്തത് ഇതുപോലെ ഇതേ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇനിയും ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. കാരണം നല്ല അടിപൊളിയായിട്ട് വരും. ഇതിൻ്റെ റിസൾട്ട് കാണാൻ അടിപൊളിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതാണോ, അല്ല കേട്ടോ, റിസൾട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് അടിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെറുതെ ഡിസൈനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ആദ്യം ഒരു പകുതി നമ്മൾ ഈ സൂര്യനെല്ലാം വരക്കില്ലേ പണ്ട്, മറ്റേ മലേൻ്റെ നടുക്കൊരു സൂര്യൻ, അതേപോലത്തെ സൂര്യനെ പോലത്തെ ഒരു സംഭവം വരച്ചു കൊടുത്ത്. പിന്നെ നമ്മൾ ഇത് മണ്ടാല ചെയ്യുന്ന ബ്രഷാട്ടോ. മണ്ടാല ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടുണ്ട്. ആ ആർട്ട് ചെയ്യുന്ന ബ്രഷാണിത്. നിങ്ങൾക്കിത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ഡോട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് പെയിൻറ്റ് ഇതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുക്ക ഇപ്പം മിററാണല്ലോ എൻ്റെ കയ്യിലുള്ള സ്റ്റാർ കുറേ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് മിറർ ബാക്കിയുണ്ട്. അതുകൊണ്ട് ആ മിറർ ഞാനിങ്ങനെ തന്നെ ഒട്ടിച്ച് കൊടുത്ത് മിറർ വെക്കുമ്പോൾ എന്തോ ഭയങ്കര രസമായിട്ടാ. പിന്നെ നമുക്കൊരു സാധനം കിട്ടിയാൽ അത് ഉത്സവമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. പിന്നെ കാണുന്നതിൽ തെച്ചോ തന്നെയായിരിക്കും. ഇപ്പോൾ കറിയെല്ലാം വെക്കുമ്പോൾ നമുക്ക് ഈ കപ്പക്കെല്ലാം കിട്ടിയാൽ പിന്നെ കപ്പക്കേനെ കൊണ്ട് ഉത്സവമാക്കുന്ന പോലെ ഈ മിറർ കിട്ടിയാൽ പിന്നെ ഇതിനെ കൊണ്ട് ഉത്സവമാക്കലായിരുന്നു എൻ്റെ മെയിൻ തൊഴിൽ. പിന്നെ അതുപോലെ തന്നെ റോസ് ഒരു ലൈൻ ഇട്ട് കൊടുത്തു. പിന്നെ ഓറഞ്ച് വെച്ചിട്ട് ഒരു കളർ കോംബോ കിട്ടാൻ വേണ്ടിയിട്ട് ഓറഞ്ച് വെച്ചിട്ട് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ ഇതേപോലെ റോസിൻ്റെ ലൈൻ വരച്ച്. പിന്നെ മിറർ ഇപ്പം കുറേ ഷേപ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഷേപ്പെല്ലാം ഇങ്ങനെ എടുത്ത് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതും ഈ ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വേഗമൊന്നും പറഞ്ഞു പോകില്ല കേട്ടോ, നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ആട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം ഞാൻ പുതിയരിയിലേക്ക് വന്നേ പിന്നെ എൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അധികം പെയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ല പെയിൻ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ് ഇപ്പം മെയിൻ പരിപാടി. അപ്പോൾ ഉണ്ടായ കുറച്ച് ഇത് എന്താ പറയുക മിററും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു എന്താ പറയുക നമുക്ക് ഈ റൗണ്ടിന് ചുറ്റും ഞാനൊരു എതള് പോലത്തെ മിറർ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ കുറച്ചൊരു വൃത്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പണ്ട് റൂമിനടിച്ച ഗോൾഡൻ പെയിൻറ്റ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഈ കയറ് പോലെ ആക്കി കൊടുത്തിട്ടില്ലേ, അതിന് ഞാൻ ഫുള്ളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.